നമസ്തേ, പ്രമോദ് രാജൻ പെരുമ്പായ്ക്കാട്ട് നിന്ന്. ജോളി ജോസഫിന്റെ കഥ അവസാനിക്കുന്നില്ല. അത് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സ് ആ കഥയുമായിട്ട്, ചിലപ്പോൾ പുതിയ കഥയായിരിക്കാം, അപ്പോൾ ഒരു വലിയ കഥയുടെ ട്രെയിലറുമായിട്ട് നെറ്റ്ഫ്ലിക്സ് ഇറങ്ങിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് വിവരം ഉണ്ടാകാനുള്ള പരിപാടിയല്ലോ ചെയ്യുന്നത്, അത് അവർക്ക് കാശുണ്ടാക്കാനുള്ള കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൊമേഴ്സ്യൽ പ്രൊഡക്റ്റാണ്. ഇനി ട്രെയിലറിൽ കാണുന്ന മുഖങ്ങൾ ഒന്ന് നോക്കിയാൽ SP സൈമൺ, ജോളി, മരിച്ചുപോയ റോയിയുടെ പെങ്ങൾ രഞ്ജി, ജോളിയുടെ മകൻ, ഇവരെയൊക്കെയാണ് കാണുന്നത്. ഇത് 2 ഫോറൻസിക് എക്സ്പേർട്സ് ആണെന്ന് തോന്നുന്നു. 2 പേരെ മുഖങ്ങളും കാണുന്നുണ്ട്. ഇവരുടെയൊക്കെ മുഖം കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തന്നെ ആയിരിക്കുമല്ലോ കൂടുതൽ പ്രാധാന്യം വരാൻ പോകുന്ന വീഡിയോയിൽ, അല്ലെ വരാൻ പോകുന്ന ഡോക്യുമെന്ററിയിൽ. പോലീസ് FIR എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ആ ഡോക്യുമെന്റ്, അതിനോടനുബന്ധിച്ചുള്ള കഥകളായിരിക്കും വീണ്ടും. ഇപ്പോഴെന്തിനാണ് ഈ ഒരു ഡോക്യുമെന്റിയുടെ ആവശ്യം? ഞാൻ ആ ദൃശ്യം സിനിമ കണ്ടു ഓർക്കുന്നു. പാറേപ്പള്ളിയിൽ പോയി എന്ന് പറഞ്ഞ് ഒരു ദൃശ്യം അവിടെ ഉണ്ടാക്കിയെടുത്ത് മനുഷ്യന്റെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. 2 ദിവസം മാറ്റിയിട്ട്, ഡേറ്റ് മാത്രം മാറ്റി എന്ന് പറഞ്ഞതുപോലെയല്ല ഇപ്പോൾ ഇവിടെയും നടക്കുന്നത്. ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി അതിൽ കൂടി വീണ്ടും ആളുകളുടെ ശ്രദ്ധ ഇതിലേക്ക് ആകർഷിച്ചിട്ട് വീണ്ടും ആ പോലീസിന്റെ ആ FIR അല്ലെങ്കിൽ മീഡിയ എല്ലാവരും ചേർന്ന് പറഞ്ഞ ആ കഥ അതൊരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കാനുള്ള ശ്രമമല്ലേ ഇവിടെ നടക്കുന്നത്. എനിക്ക് ജോളി ജോസഫിനെ അറിയത്തില്ല. ഇല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. എനിക്ക് ജോളി ജോസഫിനെ അറിയാം, ഈ ഷാജുവിനെ അറിയാം, വണ്ടിപ്പെരിയാറിലെ അർജുനെ അറിയാം, മാവേലിക്കരയിലെ നന്ദകുമാറിനെ അറിയാം, പിന്നെ പെരുമ്പാവൂരെ ജിഷയെ അറിയാം, ആ ബംഗാളിയെ അറിയാം. എങ്ങനെ അറിയാം? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാം. ഈ TV സ്ക്രീനിൽ കണ്ടു ഉള്ള പരിചയമാണ് എനിക്ക് അവരുമായിട്ട്. അപ്പോൾ അവരെ കുറിച്ച് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. ചിന്തിപ്പിച്ചത് അപ്പോഴാണ് ഇതിലെ സമാനത. പിന്നെ എനിക്ക് നേരിട്ട അനുഭവം എല്ലാം ഞാൻ കൂട്ടി വായിച്ചത്. പക്ഷെ എനിക്ക് വായിക്കാനേ കഴിയുകയുള്ളൂ. പക്ഷെ ക്രൈംബ്രാഞ്ച് അത് തെളിയിച്ചു. അപ്പൊ സൈമൺ സാറിന്റെ ടീമിനെ, സൈമൺ സാർ അതുപോലെ മീഡിയകളെല്ലാം ചേർന്ന് അവരവരുടെ രീതിയിൽ ഒറ്റയ്ക്കും പെട്ടയ്ക്കും ഒക്കെ കഥകളുണ്ടാക്കി. പോലീസ് കഥയുണ്ടാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പോലീസ് FIR ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. KG സൈമൺ സാർ ഒരു നല്ല മനുഷ്യനാണ്, നല്ല ട്രാക്ക് റെക്കോർഡൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഒരു കേസ് അദ്ദേഹം വിചാരിച്ച പോലെ തന്നെ തെളിയുവാണെങ്കിൽ ഒരു മെഡൽ കൂടി ഉറപ്പാക്കാം, അല്ലേ? ഈ കഥയിൽ എന്താണ് ഈ രഞ്ജിക്ക് ഇത്ര പ്രാധാന്യം? നമ്മൾ ഈ ട്രെയിലറിനകത്തും കാണുന്നത് രഞ്ജിയുടെ മുഖമാണല്ലോ പലപ്പോഴും. നമ്മൾ നേരത്തെയൊക്കെ കേട്ടത് അമേരിക്കയിലുള്ള ഒരു ബ്രദർ, അയാളാണ് കേസ് കൊടുത്തത്. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ വരുന്നത്. ഈ അമേരിക്കയിലുള്ള ബ്രദർ 1-2 തവണ അവിടെ വന്നിട്ടുള്ളല്ലോ. കാര്യങ്ങൾ മുഴുവൻ സൈമൺ സാറിനോട് എക്സ്പ്ലെയിൻ ചെയ്തത് ഈ രഞ്ജിയാണല്ലോ. ഈ രഞ്ജിക്ക് എന്നാ കേസിൽ ഇത്ര വലിയ താല്പര്യം? അല്ല, എന്റെ സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ്. പലർക്കും പല സംശയങ്ങളുണ്ട്. അതുപോലെ എന്റെ സംശയം ഞാൻ പറയുന്നു. ആ രഞ്ജി എന്തൊക്കെയോ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഈ പ്രകടനം എല്ലാം നടത്തിയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പഴയ TV സ്ക്രീനിൽ കണ്ട ചാനലുകാർ സംപ്രേഷണം ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ തപ്പിയെടുത്ത് നോക്കിയപ്പോൾ ഒരു സിനിമാ നടി അല്ലെങ്കിൽ ഒരു സീരിയൽ ആക്ട്രസ് അഭിനയിക്കുന്നതിന് നന്നായിട്ട് ഈ രഞ്ജി എല്ലാ കാര്യങ്ങളും മീഡിയയോട് കാണാതെ പഠിച്ചു എന്ന് പറയുന്ന പോലെ അങ്ങ് പറയുകയാണ്. എന്താ അവർക്ക് ഇതിനകത്ത് താല്പര്യം? പലരും ജോളിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് ഈ കഥകളൊക്കെ പറയുന്നത്. ഞാനൊന്ന് മറിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ തുടങ്ങുന്നത് ഷാജുവിൽ നിന്നാണ്. ഒരു ക്രിമിനൽ കേസൊക്കെ വരുമ്പോഴത്തേക്കും, ഒരു എൻക്വയറി ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു സ്ത്രീയുടെ മുകളിൽ മാത്രം എന്തിനാണ് ഫോക്കസ് ചെയ്യും? അത് പണ്ട് MD വാസുദേവൻ നായർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വളരെ പ്രശസ്തനായ, കേരളത്തിൽ എല്ലാവരും ആദരിക്കുന്ന അദ്ദേഹത്തിന്റെ കഥകൾ, തീക്ഷ്ണമായ കഥകൾ. ഒരു 40-ന് മുകളിൽ പ്രായമുള്ളവരെല്ലാം കണ്ടു കാണുമായിരിക്കും ആ പഞ്ചാഗ്നി എന്ന സിനിമ. ആ സിനിമയിൽ നായികക്കാണ് പ്രാധാന്യം. ഞാൻ പിന്നെ എവിടെയോ വായിച്ചു, MD സാറിന് ആ കഥയുടെ തീം കിട്ടിയത് ഒരു നക്സലൈറ്റ് ആണായിരുന്നു, അയാളുടെ കഥയായിരുന്നു. പക്ഷെ അത് ജനങ്ങളുടെ മുമ്പിലൊക്കെ എത്തിച്ച് കൈയടി വാങ്ങണമെങ്കിൽ, കൂടുതൽ ഓഡിയൻസ് വേണമെങ്കിൽ അതൊരു സ്ത്രീ കഥാപാത്രം അവതരിപ്പിച്ചാലേ ശരിയാവുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ വൻ സക്സസ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ നടക്കുന്നത്. ഈ ജോളിയുടെ മുകളിലേക്ക് എന്തുകൊണ്ടാണ് സൈമൺ സാറും ടീമും ഫോക്കസ് ചെയ്തത്? ഈ കഥയിലെ പ്രധാന വില്ലനായിട്ട് ഞാൻ ഷാജുവിനെ കാണുക. സ്വന്തം കുഞ്ഞ്, പിന്നെ ഭാര്യ, ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് എന്തോ വലിയ ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്നത് പോലെ ജോളിയെ കല്യാണം കഴിക്കുകയാണ്, മനസ്സില്ലാ മനസ്സോടെ എന്നൊക്കെയാണ് അന്ന് അയാൾ പറഞ്ഞത്. ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ്? അപ്പൊ ഞാൻ ഈ ഷാജുവിൽ നിന്ന് റിവൈൻഡ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ പറഞ്ഞു. ഷാജു അറിയാതെ ഒരു കാര്യവും നടക്കില്ല. അപ്പൊ ഷാജുവിനെ എന്തുകൊണ്ട് ഒരു ദിവസം പോലും ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് ശ്രമിച്ചിട്ടില്ല? അപ്പൊ ഷാജു അത്രയ്ക്കും നല്ല മനുഷ്യനാണോ? അത്രയ്ക്ക് ഇന്നസെന്റ് ആണോ? പല ചാനലുകാരും ഷാജു കുറ്റം സമ്മതിച്ചു എന്ന് വരെ അവരുടെ ചാനലുകളിൽ ലൈവായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പോലീസ് പറഞ്ഞു ഷാജു കുറ്റം ചെയ്തു. ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഷാജു പൊട്ടിക്കരഞ്ഞു. ഷാജുവിന്റെ മകന്റെ ആദ്യ കുർബാന ദിവസമാണ് മകൾ ഛർദ്ദിച്ച് മരിച്ചത്. 2016-ൽ ജോലിക്കൊപ്പം ദന്താശുപത്രിയിൽ ഇരിക്കുമ്പോഴാണ് സിലി കുഴഞ്ഞു വീണ് മരിച്ചത്. 2 മരണങ്ങളിലും ഷാജുവിന്റെ പങ്ക് വ്യക്തമായതോടെ മറ്റ് 4 പേരുടെ മരണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് പരിശോധന തുടങ്ങി. കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇതിന്റെ നിഗൂഢതകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ
ഈ കൊലപാതകങ്ങളുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന ഒരു കുറ്റസമ്മതം ഈ ജോളിയുടെ രണ്ടാം ഭർത്താവ് ഷാജു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഷാജു കുറ്റം സമ്മതിച്ചു. 2 മർഡറുകളിൽ അയാൾക്കും പങ്കുണ്ടായിരുന്നു. ഇവിടെ പോലീസ് കള്ളം പറഞ്ഞു, മീഡിയ കള്ളം പറഞ്ഞു, അതോ ഷാജു കള്ളം പറഞ്ഞു? ആരെ വിശ്വസിക്കണം? ഇനി കോടതി ചെല്ലുമ്പോൾ മറ്റൊരു കാര്യമായിരിക്കും എല്ലാവരും പറയാൻ പോകുന്നല്ലേ. പിന്നെ ഷാജുവിനകത്ത് പ്രതിയായല്ലോ. അപ്പൊ ആരതിനകത്ത് ഷാജുവിനെ പ്രതിയാക്കരുത് എന്ന് ആർക്കാണ് നിർബന്ധം? ജോളി മാത്രം മതി അതിനകത്ത് പ്രതി. പിന്നെ ഒരു പ്രജീഷോ മറ്റോ അങ്ങനെ എന്തോ ഒരു സൈനൈഡ് കൊടുത്തെന്ന് പറയുന്ന ആൾ, ഇവർ 3 പേരും മതിയെന്ന് ആരോ ഒരു ശക്തമായ ഒരു തീരുമാനം എടുത്തു വെച്ച പോലെയാണല്ലോ ഈ കേസിന്റെ പോകും. ഈ സിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി രഞ്ജി, ഞാൻ ഈ രഞ്ജിയുടെ നേരെ കൈവിരൽ ചൂണ്ടുകയാണ്. എന്തിനാണെന്നോ, ആദ്യത്തെ മരണം റോയിയുടെ അല്ലെങ്കിൽ രഞ്ജിയുടെ അമ്മയുടെ മരണം ആരാണ് ആദ്യം കണ്ടത്? ഇത് ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. ഈ രഞ്ജി എന്ന് പറയുന്ന വ്യക്തിയാണ് അമ്മയുടെ മുറിയിൽ അസ്വസ്ഥയായിട്ട് എന്തൊക്കെയോ വെപ്രാളത്തോടെ ഇരിക്കുന്നത് കണ്ടത്. അതെന്താ ടി.വി. ചാനലുകാർ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്നത്? ഇപ്പൊ ഞാൻ പറയുകയാണ്, ആദ്യം രഞ്ജി കണ്ടു, രഞ്ജി മറ്റുള്ളവരെ വിളിച്ചു വരുത്തി, അവരെല്ലാവരും വന്നു, അവരെ ആശുപത്രി കൊണ്ടുപോകുന്നു. എന്താ രഞ്ജിക്ക് എന്താ പോയിസൺ കൊടുത്തുകൂടെ അവരുടെ അമ്മയ്ക്ക്? ഞാനങ്ങനെ സംശയിക്കാം. രഞ്ജി തന്നെയല്ലേ ആദ്യം കണ്ടത്. ഈ രഞ്ജി അവരുടെ ഫാദറിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നതിനകത്ത് എനിക്ക് വീണ്ടും സംശയം തോന്നുകയാണ്. അല്ല, എല്ലാവർക്കും ജോളിയുടെ മുകളിലേക്ക് കണ്ണു വരുമ്പോ എന്റെ കണ്ണ് രഞ്ജിയുടെ മുകളിലോട്ടാണ് പോകുന്നത്. കാരണം ഈ അഭിനയം കണ്ടുകൊണ്ടുള്ള എന്റെ ഒരു പ്രതികരണമാണത്. അമ്മയുടെ മരണ സമയത്ത് രഞ്ജിയാറിനായിട്ടും അടുത്തുണ്ടായിരുന്നത് അവരാണ് ആദ്യം കണ്ടത്. റോയി എന്ന് പറയുന്ന ആൾ മരിച്ചു. അതിനെക്കുറിച്ച് എല്ലാവർക്കും വേണ്ട ഒരേ അഭിപ്രായമാണ്. അത് സൂയിസൈഡ് ആയിരുന്നു, അല്ലെങ്കിൽ അത് കഥകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിലും ഒരു അവ്യക്തതയാണ്. പോസ്റ്റ്മോർട്ടം നടത്തി സൈനൈഡ് അതിൽ പ്രസന്റ് ആയിരുന്നു എന്ന് തെളിവ് കിട്ടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പോലീസുകാർക്കൊന്നും അത് അന്വേഷിക്കാൻ താല്പര്യമില്ല. ജോളിയുടെ ഭർത്താവ് റോയി മരിച്ചത് സൈനൈഡ് കഴിച്ചാന്ന് പറഞ്ഞു. ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 8:30 കഴിച്ചു. പക്ഷെ മരിച്ചത് 11 മണി കഴിച്ചു, ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ അതെന്തോന്ന് സൈനൈഡ് ആണ്? ഇത് ചൈനയിൽ നിന്ന് വല്ലതും കൊണ്ട് സൈനൈഡ് വല്ലതാണ്? അത് കുന്നുംകുളത്തുണ്ടാക്കിയ സൈനൈഡാണ്. സാധാരണ എല്ലായിടത്തും കേട്ടിട്ടുള്ളത് സൈനൈഡ് കഴിച്ചാൽ സഡൻ ഡെത്ത് ആണ്, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ മരിക്കുന്നത്. ഇത് 3.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് മരിക്കുക എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ മരണങ്ങളും ഏകദേശം അരമണിക്കൂറിനകം തന്നെ നടന്നിട്ടുണ്ട്. അവിടെയും ഗുലുമാലാണല്ലോ. പെസ്റ്റിസൈഡ് കഴിച്ചു, അല്ല പരാമർ കഴിച്ചു, അതല്ലെങ്കിൽ റാറ്റ് പോയിസൺ കഴിച്ചു, ഒരാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ പലരും വീടുകളിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാധനമാണ്. പല ആവശ്യങ്ങൾക്കായിട്ട് വീട്ടിലെ ചെറിയ ചെടികൾക്കും വാഴയ്ക്കൊക്കെ അടിക്കാൻ വരെ, അല്ലെങ്കിൽ തെങ്ങിന് അടിക്കാനുള്ള പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ പലരും വീട്ടിൽ വെക്കാറുണ്ട്. ഇപ്പൊ ഒരാൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചെന്ന് പറഞ്ഞാൽ പോലും അവന്റെ ബൈക്കിനകത്ത് പെട്രോൾ ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. ഈ സൈനൈഡ് എന്ന് പറയുന്ന സാധനം അങ്ങനെ വീട്ടിൽ വെക്കാനുള്ള ഒരു സാധനമല്ല. അപ്പൊ സൈനൈഡ് കഴിച്ച ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പോലീസിന് യാതൊരു താല്പര്യം തോന്നിയില്ല ഈ സൈനൈഡ് എവിടെ നിന്ന് വന്നു എന്നറിയാനായിട്ട്? ഇപ്പൊ മരിച്ചയാളുടെ ഭാര്യ പറയുകയാണ്, വേണ്ട, എനിക്ക് ഇതിനകത്ത് കൂടുതലും താല്പര്യമില്ല, അന്വേഷണമൊന്നും വേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ ആ സൈനൈഡ് എവിടെ നിന്ന് വന്നെന്നുള്ള ആർക്കും കണ്ടുപിടിക്കേണ്ട. ഒരുപക്ഷെ ജോലി കൊന്നതാവാം, അല്ലെങ്കിൽ ആത്മഹത്യയാകാം. എന്തായാലും എവിടുന്ന് വന്നു ഈ സൈനൈഡ് എന്ന് പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ആ പോലീസുകാരന് ഒരു പക്ഷേ SI ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഓഫീസർ. അദ്ദേഹത്തിന് അല്ലെ അവർക്ക് ഈ മെഡൽ കിട്ടുന്നതിലും ഒരു പ്ലസ് മാർക്ക് കിട്ടുന്നതിലും താല്പര്യമില്ലേ? അതോ അവരെ ആരെങ്കിലും ബ്രൈബ് ചെയ്തോ? അങ്ങനെ ബ്രൈബ് ചെയ്തെങ്കിൽ ആര്? അവിടെയും 2 ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുകയാണ്. നമുക്ക് വീണ്ടും ആ സിലിയിലേക്ക് പോവാം. സിലി മരിച്ച ഏതോ ഒരു ആശുപത്രിയില്, എന്റെ ക്ലിനിക്കോ അവിടെ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. ഈ ജോലി എന്താ ആ ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പോയിസൺ ഒക്കെ റെഡിയാക്കിക്കൊണ്ട് അതിന്റെ പുറകെ പോകുന്നു. സിലിക്ക് പോയിസൺ കൊടുക്കുന്നു. സിലി ഹാപ്പി ആയിട്ട് മേടിച്ച് പോയിസൺ ആണെന്ന് എടുത്ത് കഴിക്കുന്നു. ഇങ്ങനെയൊക്കെയാണോ ഇവിടുത്തെ ചിലരുടെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ? അങ്ങനെയൊക്കെ തോന്നുള്ളൂ. എന്നെ കൊന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സിലി ജോലിയോട് ആവശ്യപ്പെട്ട പോലെയാണ് ഇവിടുത്തെ കഥകൾ പലതും വന്നിരിക്കുന്നത്. ആ കുഞ്ഞ് ആൽഫൈൻ അല്ലെ, ആൽഫൈൻ മരിച്ചത് എങ്ങനെ? എന്തോ ഭക്ഷണം ചോക്കായി എന്നാണ് പറഞ്ഞത്. കുഞ്ഞ് ആൽഫൈനെ കൊലപ്പെടുത്താൻ ജോളി തീരുമാനിച്ചു. അതിന് തിരഞ്ഞെടുത്തത് ആ കുഞ്ഞിന്റെ 1ാമത്തെ ജന്മദിനം തന്നെ. ആൽഫൈന് കൊടുത്ത ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തി അത് വളരെ തന്ത്രപരമായി ഈ കുഞ്ഞിന്റെ തന്നെ ബന്ധുക്കളെ വിട്ട് അത് കൃത്യമായി കുഞ്ഞിന് കൊടുക്കുകയായിരുന്നു എന്ന്. അതിനുശേഷം കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 3ാം ദിവസമാണ് ആ കുഞ്ഞ് മരിക്കുന്നത്. കാരണം വളരെയധികം ഇതൊക്കെ കഴിഞ്ഞിട്ട് 4 പേരുടെ ബോഡിക്ക് അന്ന് സൈനൈഡ് ഒട്ട് കിട്ടി. അപ്പൊ ആർക്കാരും നിർബന്ധം ആദ്യം മരിച്ച അച്ഛനും അമ്മയും സൈനൈഡ് മൂലമാണ് മരിച്ചത്, അല്ലെങ്കിൽ അവരെ കൊന്നതാണ് ഏതെങ്കിലും തരത്തില് എന്ന് സ്ഥാപിച്ചെടുക്കുക എന്നുള്ള ആരുടെ ഇൻട്രസ്റ്റ് ആണ്? ഞാൻ രഞ്ജിയിലേക്ക് കൈകൊണ്ടു. രഞ്ജിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള പോലെ ഇതെല്ലാം കൂടെ ആ ജോളിയുടെ തലയിൽ കെട്ടി വെക്കണം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് ആ ഡോക്യുമെന്ററി ലോങ് മൂവിയിൽ നെറ്റ്ഫ്ലിക്സ് കാണിക്കാൻ പോകുന്നതെന്ന്. ഇതൊക്കെ തന്നെയാണോ, അത് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും ഇതൊരു വലിയൊരു കോമഡി ആയിപ്പോയി എന്ന് എനിക്ക് പറയാം. ഞാൻ പിന്നെ തുടങ്ങിയത് ഷാജു സാറിൽ നിന്നാണല്ലോ. ഞാൻ സാറെന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചതാ. അയാളൊരു അധ്യാപകനാണ്, ഹൈസ്കൂൾ അധ്യാപകനാണ്. ഈ വ്യക്തി ഈ ജോലിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അയാള് ഒരിക്കൽ പോലും അയാളുടെ ഭാര്യയെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ കോളേജിൽ NIT പോയിട്ടില്ലേ? പിന്നെ കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഈ BCom MCom പഠിച്ച ജോലിക്ക് എങ്ങനെയാ NIT ജോലി കിട്ടുന്നത്? അല്ലെ അയാൾ എന്തുകൊണ്ട് ഒരിക്കൽ പോലും ആ കോളേജിൽ പോയില്ല? പിന്നെ അവരുടെ ഏതൊരു കല്യാണത്തിന്റെ ഫോട്ടോ ഒരിക്കൽ TV സ്ക്രീനെ കണ്ടായിരുന്നു. ഏതോ ഒരു വലിയ ഭയങ്കരമായ ചടങ്ങൊന്നും അല്ലെങ്കിൽ പോലും ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റേജിൽ നിന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കുന്ന പടം. അപ്പൊ എന്തായാലും ഒരു സ്റ്റേജ് ഉണ്ടാക്കി അവിടെ. ആ സ്റ്റേജ് ഉണ്ടാക്കിയെങ്കിൽ
ഒരു 10 പേരെങ്കിലും വിളിച്ചിട്ടുണ്ട്. ജോളിയുടെ ജോലി സ്ഥലത്ത് സുഹൃത്തുക്കൾ ആരും അവിടെ വന്നിട്ടില്ലേ? അധ്യാപകനായ ഷാജു എന്നയാൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അയാൾക്ക് യാതൊരു താല്പര്യമില്ല. ജോലിയുടെ മാസ ശമ്പളം എവിടെ? വേണ്ടേ? അയാൾക്കൊന്നും വേണ്ടേ? ഇയാൾ കൊള്ളാമല്ലോ. ഇത്രയൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുമോ? കോഴിക്കോട്ടെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഓർത്തഡോക്സ് ഫാമിലിയിലുള്ള ഒരാൾ ഇത്രയും സ്വാതന്ത്ര്യം ഭാര്യയ്ക്ക് കൊടുക്കും എങ്കിൽ അതൊരു വേൾഡ് റെക്കോർഡായിരിക്കും. കൊമേഴ്സ് ബിരുദധാരിയായ അല്ലെങ്കിൽ ബിരുദമുണ്ടെന്ന് പറഞ്ഞ ആ വ്യക്തി NIT മാത്രം എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? പഠിപ്പിക്കാൻ പോകാനായിട്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് NIT എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? അത് അവരുടെ മാത്രം താല്പര്യം ആണെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ജോളിയുടെ അമ്മായിയമ്മ ഒരു ടീച്ചറായിരുന്നു. അമ്മായിപ്പൻ എന്ന് പറയുന്ന ആൾക്കും ജോലി ഉണ്ടായിരുന്നു, റിട്ടയർ ആയ ആളാണ്. ആ വ്യക്തിക്ക് യാതൊരു സംശയം തോന്നത്തില്ലേ ഈ ജോലിയുടെ ജോലിയെക്കുറിച്ച്? ഇത് ഈ അപ്പനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ഈ പറഞ്ഞ ജോളിയെ ഒരു സ്ക്രാപ്പ് ഗോട്ട് ആക്കുമായിരുന്നു, ഒരു ബലിയാടാക്കുമായിരുന്നു. എങ്ങനെ? നീ റോയുമായിട്ട് പരിചയപ്പെട്ടു, നിങ്ങളുടെ രണ്ടുപേരുടെയും താല്പര്യം കൊണ്ട് കല്യാണം നടത്തി, പക്ഷേ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് ജോലി വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് അവളെ ഒരു ജോലിക്കായിട്ട് പറഞ്ഞു വിടുകയായിരുന്നു ഇവരെല്ലാവരും. ഏത്? ഒറിജിനൽ ജോലിയല്ല, ഫേക്ക് ജോലിക്കായിട്ട് പറഞ്ഞു വിടുകയായിരുന്നു. അപ്പോൾ ഈ NIT ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇവരെന്താ വിചാരിച്ചത്? വില്ലേജുള്ള ആൾക്കാരല്ലേ, അപ്പോൾ NIT ആണ് എന്തൊരു വായിക്കട്ടെ ജോലി, ഇവരുടെ ക്വാളിഫിക്കേഷൻ ഒന്നും ആരും ക്രോസ് ചെക്ക് ചെയ്യാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇതിനകത്തുണ്ടല്ലോ ആ അപ്പനും അമ്മയ്ക്കും അവളുടെ ഹസ്ബൻഡായ റോയിക്കും ഈ പെങ്ങൾക്കും എല്ലാം പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാം മറച്ചു വെച്ചത്. ഇതൊക്കെ ഈ പോലീസ് ഒരു പെട്ടെന്നുണ്ടാക്കിയെടുത്തൊരു കഥ പോലെ തോന്നുന്നില്ലേ? കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നൊക്കെ പറഞ്ഞ പോലെ സംവിധാനം അടുത്ത് നടന്നിട്ടില്ല, കഥയും തിരക്കഥയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ഒരു കാര്യമുണ്ട്. അവർ FIR തയ്യാറാക്കി കോടതി കൊടുക്കുമ്പോൾ അവർക്കും നിർബന്ധമില്ലല്ലോ, അവർക്കും അറിയാം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും കോടതി മാനിക്കത്തില്ല. കോടതിയുടെ മുമ്പിൽ ചോദ്യങ്ങൾ ചോദിക്കും, വക്കീൽമാർ ചോദിക്കും, അതിൻ്റെ ഉത്തരം എങ്ങനെ വരുന്നതിനനുസരിച്ചാണ് ശിക്ഷകളൊക്കെ നടപ്പാക്കുന്നത്. ഇതവർക്കും അറിയാം. അപ്പോൾ അവർക്കും എങ്ങനെയല്ല ഫയൽ ക്ലോസ് ചെയ്ത് കോടതി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നാലും ഇപ്പം ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ കഥ വരാൻ പോകുമെന്ന് അറിഞ്ഞപ്പം എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ബാക്കി നമുക്ക് ആ ഒറിജിനൽ ഡോക്യുമെൻ്ററിക്ക് വരട്ടെ, അതുകൂടെ കണ്ടിട്ട് പറയാം. അതുവരെ